സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ മണ്ണിൽ നിന്റെ ശ്വാസമൂതി ജീവനേകി നീ എന്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശുപേറി ഞാൻ തളർന്നാലും എന്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം കുരിശിലന്നു നിന്റെ ജീവൻ ബലിയണച്ചതുപോ മിന്നിമായും മൺചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ ണിഞ്ഞാലും നിന്റെ വഴിയെ മാത്രമെന്നും ഞാൻ നടന്നിടും എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരുമീട്ടി ഞാൻ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ
ഇന്നലെ ബസ് വന്ന വഴിക്കാൻ ഒരു ബസ് ഞാൻ ആയിരുന്ന ബസ് കേവ്സ് കാണിച്ചോ. പിന്നെ I also said this caves can join another caves and this can also be called clusters of cave. പറഞ്ഞില്ലേ? And I also said this is one cave, now you will see, and below you will see St. Joseph's workshop, clusters of cave, and tomorrow I will take you to caves. പറഞ്ഞില്ലേ? Yes. True to my words, I brought you to a cave. Now you see you're feeling cold, right? Because this is a phenomena of the limestone to make you feel cold in summer and warm in winter. In the olden times, people lived in caves and they also buried their dear ones in caves. When I say people lived in caves, I explain to you, they keep all their precious things inside the cave. Please come down, all of you. We are standing in a very special cave. I haven't mentioned what is this cave because I'm waiting for everybody to come. People kept their precious things inside and they kept their sheep and goat again in front of them, and then they lived outside, practically outside. Now, such was the way people lived. Now, we are in Mount of Olives. ഈ മൗണ്ട് ഓഫ് ഒലിവ്സിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഈ ദാവീദ് രാജാവിന് മുമ്പും ആൾക്കാർ വിശ്വസിച്ചിരുന്നു ഈ മൗണ്ട് ഓഫ് ഓലിവ്സിൽ അടക്കം ചെയ്ത ലോകാവസാന നാളിൽ അവർ ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരും. It is not merely saying, I will give you proof of what I am saying in a short while from now. അപ്പം ഇവിടെ അപ്പടി കല്ലറയായിരുന്നു. കല്ലറ ആയതുകൊണ്ട് ഈ കല്ലറകളിൽ യഹൂദന്മാർ പോകത്തില്ല, കാരണം അവർ 3 ദിവസത്തേക്ക് അശുദ്ധമാണ്. അപ്പം ഈ ഏരിയയിൽ പിന്നെ ആരാ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ ലെപ്രസി ഉള്ളവര്, സ്കിൻ ഡിസീസ് ഉള്ളവരൊക്കെ സമൂഹത്തിൽ നിന്ന് പുറത്തു കളയും. അവരൊക്കെയാണ് ഈ പ്രദേശത്ത് താമസിച്ചവർ. അപ്പൊ യേശു നസറത്തിൽ നിന്ന് സുഹൃത്തുക്കളെ കൊണ്ട് വരുമ്പോൾ അവർക്ക് എളുപ്പമായിരുന്നു ഈ ബെത്താനിയയിലൂടെ ഈ ജെറുസലേമിലേക്ക് വരാൻ. ബെത്താനിയ എന്ന് പറയുന്ന ഒലിവ് മലയുടെ തൊട്ട് പിന്നിൽ കാണുന്ന ഒരു പട്ടണമാണ്. Why is it called Bethania? Bet means house, Ania means house of the sick or house of the poor. Those that are sick automatically become poor. അപ്പം അത് എന്തുകൊണ്ട് അവർ അവിടെ പോയെന്ന് വെച്ചാൽ ഒലിവ് മലയിലെ സ്കിൻ ഡിസീസ് ഉള്ളവരുടെ എണ്ണം കൂടി തുടങ്ങി. ഇങ്ങനെ ഈ ബെത്സേദ കുളത്തില് അവരിങ്ങനെ ശുദ്ധീകരണത്തിനായിട്ട് കൈയും കാലും കഴുകും. അപ്പൊ ഈ സ്കിൻ ഡിസീസ് ഉള്ളവര് അവിടെ വന്ന് കൈയും കാലും കഴുകുമ്പോൾ പിന്നാലെ വരുന്നവർക്ക് ഇത് പകരും. വാട്ടർ ആക്ടിവേറ്റ്സ് കണ്ടാമിനേഷൻ, അല്ലേ, സ്പ്രെഡ്. അങ്ങനെ ഇത് പലർക്കുമായി ഒത്തിരി പേര് ഇങ്ങോട്ട് പാർക്കാൻ തുടങ്ങിയപ്പം പിന്നെ ജനങ്ങൾ പുറകോട്ട് മാറിപ്പാർക്കും. അങ്ങനത്തെ ഒരു അവസരത്തിൽ യേശു നസ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ബെത്താനിയയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ, യേശു ബെത്താനിയയിൽ ഒത്തിരി സന്ദർശിച്ചിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു ദാസമ്മയും പെങ്ങന്മാരും. അങ്ങനെ വന്ന് ഒരിക്കൽ ഈ ഇവിടെ വിശ്രമിക്കുമ്പോൾ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ ഇങ്ങനെ കേവ്സിനകത്ത് ആൾക്കാർ സാധാരണ വിശ്രമിക്കുന്നു. യേശുവും ശിഷ്യന്മാരും ഇവിടെ വിശ്രമിക്കാൻ കയറിയപ്പം ഇവിടെ ഉണ്ടായിരുന്ന ലെപ്രോസ് എല്ലാം കൂടെ അടുത്ത് വന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. And Jesus taught them the Our Father in this cave. So this was a very, very special cave. Okay? Again, how do you know that this... Our Father in heaven, He taught in this cave. Okay? Not our Father in cave. I said He taught in the cave. Right? Pastor, I said He taught... okay. Then what happened? How do we know that this is the place where Jesus taught the Our Father? We always look for proof. This place is called Iliona. Iliona means the Garden of Olives. Today it is called the Mount of Olives, because in those days there were a lot of olive trees here. And what happened when Queen Helen, when she came here, she's the mother of Constantine II, she was much impressed by Jesus. And when she finds his cross, she makes 4 churches. One is the church where Jesus was born, called the Church of Nativity. The second church she made is the Holy Sepulchre. Sepulchre means cave. The Holy Sepulchre, because Jesus was buried in a cave. The third she made is the Prophet's tomb. Makbala Guhada Mide, Uru Paliandaki. Prophet's tomb, Patriarch's tomb. Nalamata, she made the Iliona, the church here, which is called Iliona. And then later,
when the Persians destroyed it, nobody ever built it again. It is in the early 21st century that the sisters from France, they came to make a house here, or a convent ഉണ്ടാക്കാൻ വന്നപ്പം ഹീബ്രു ഭാഷയിൽ Our Father എഴുതിയിരിക്കുന്നവർ, അറാമിക്കിലും ഹീബ്രുവിലും എഴുതിയിരിക്കുന്നവർ കണ്ടു. അപ്പം, when they checked everything, all details, this belongs to that era where, this was a church called Ileona. അങ്ങനെ പിന്നെ അവരൊന്നും ചെയ്തില്ല. They didn't build anything, they just kept it like this, and now they have a small house there. To commemorate the event that Jesus taught the Our Father in this cave, they have in approximately about 115 languages Our Father written all over the place. You will see it in different languages. And as Indians, it gives us great privilege to know that there are more than 14 Indian languages written all over the place, of which Malayalam holds the prime location. And it was made by my godfather, Reverend Father Sliva Katamagat Koteskopa. Okay? It is there, displayed there. Once we go out, we will see. It is while Jesus was here that he says, foxes have holes, birds have nests, but the Son of Man has no place to make his nest. So, Pastor, should we say the Our Father here? Why not? That's always a believer's prayer. It's a believer's prayer. Normally we don't recite it actually as a recitation, but we do preach from there, We come to sing it on this. It's a prayer. So beyond that, we always believe in praying. Yeah. In our own language, in our own words. So we will pray that, but we will pray beyond that, in our own words. Is that okay? You will say it aloud? Yeah. We can put partners here. We are free. The cave is all ours. Cave is all. Partner channel party. Just a good song. Before we say the Lord's Prayer, in our traditions, we normally don't recite the Lord's Prayer. But I always believe that it is a prayer that Jesus taught his disciples. It is more of a believer's prayer that we normally term it as a Lord's Prayer. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ്
our petition. Even though we don't recite that, but the theology behind that prayer, we always use it in our prayers, where the prayer shows that we have a relationship with our Father, an intimate relationship with our Father. So we'll recite the prayer, and then James Calgary will lead us in prayer. But I will, in English, how do you, everybody's familiar with that? Sorry. Hallelujah. 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 ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് താതന്റെ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് താതന്റെ സന്നിധിയിൽ. മാതാപിതാക്കളും സോദര ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാൻ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ട തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം.
കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം ളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. Countrymen, please lend me your ears. Which one? Left or right? Okay, മക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് ലാസ്റ്റ് അപ്പർ റൂമിന്റെ മുമ്പിലാണ്. എന്തിനാ അപ്പർ റൂം എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു മനുഷ്യര് താമസിച്ചിരുന്ന ഗുഹയ്ക്കകത്താണ്. അപ്പൊ അന്ന് പെസഹ ആഘോഷിക്കാനായിട്ട് യേശു വരുമ്പോ ഈ താഴത്തെ ഈ ആടിന്റെയും അതിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മുകളിലൊരു ബാൽക്കണി ഫെസിലിറ്റി ഉള്ള ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ പലരും ഈ ട്രഡീഷൻ പറയുന്നത് 6 പേര് ആഗ്രഹിച്ചത് യേശു അവരുടെ വീട്ടിൽ പെസഹ ആഘോഷിക്കണം. ശിഷ്യന്മാരെ അങ്ങനെയല്ലേ, നമുക്ക് പാസ്റ്റിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ, എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ അല്ലി മൈ ചൈൽഡ്സ് ബർത്ത്ഡേ പറയത്തില്ലേ എന്ന പോലെ അവർ ആഗ്രഹിച്ചു യേശു അവരുടെ മുത്തി അത്താഴം കഴിക്കണം. അപ്പം യേശു ഇത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഹൗ ടു റീച്ച് ദ ഹൗസ് വേർ ദ പാസോവർ വിൽ ബി സെലിബ്രേറ്റഡ്. യേശു പറയുന്നുണ്ട് ഒരാൾ കുടം പിടിച്ചുകൊണ്ട് നിൽക്കും, അവന്റെ പിന്നാലെ വരിക. അപ്പൊ അന്നത്തെ കാലത്ത് പുരുഷന്മാർ ഒരിക്കലും വെള്ളം ചുമക്കത്തില്ല. പക്ഷെ മർക്കോസ്
യേശു തന്റെ ഭവനത്തിൽ പെസഹ ആഘോഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മർക്കോസിന്റെയും ഓടി മാർക്കറ്റ് പ്ലേസിൽ ഒരു കുടം പിടിച്ചുകൊണ്ടിരിക്കും. മർക്കോസ് വരുമ്പോൾ ആ ഡിസൈപ്പിൾസ് എല്ലാം മർക്കോസിന് പിന്നാലെ വരിക. മർക്കോസിന്റെ മാളികയായിരുന്നു. ഇന്ന് നമ്മൾ മർക്കോസിന് മാളികയിലേക്ക് കയറാൻ പോകണം. അന്നിരുന്ന സ്ഥലം പിന്നെ കുരിശുദ്ധക്കാലത്ത് ഒരു ദേവാലയമായി. പക്ഷെ പിന്നെ അത് യഹൂദനാണ് ഇപ്പൊ ഇതിന്റെ കസ്റ്റോഡിയൻ. ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് കത്തോലിക്ക സഭ കേസ് ജയിച്ചത്. ഇതെല്ലാം കത്തോലിക്ക സഭയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷെ ഈ ഭാഗം യഹൂദൻ സ്വന്തമാക്കി. അങ്ങനെ കേസ് ജയിച്ചു. തിരിച്ച് കേസിലിങ്ങനെ ഹാൻഡിങ് ഓവറിന്റെ ഫോർമാലിറ്റി നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇതിന്റെ കസ്റ്റോഡിയൻസ് യഹൂദരാണ്. ഈ ഗേറ്റ് അടച്ചായിട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ വേറെ നമുക്ക് അതിലേക്ക് കയറാം. അതാണ് അടുത്ത റൂട്ട്. സ്നേഹിതനേശു എന്നെ മാറോടണച്ചെന്നും കാക്കും. ആകുല ചിന്തകളെന്നെ ആഞ്ഞടിച്ചിടുന്ന നേരം മാറാത്ത സ്നേഹിതനേശു എന്നെ മാറോടണച്ചെന്നും കാക്കും. കുല ചിന്തകളെന്നെ ആഞ്ഞടിച്ചിടുന്ന നേരം പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ താഴാതെ താങ്ങുന്ന നാഥനവൻ. പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ താഴാതെ താങ്ങുന്ന നാഥനവൻ. സ്നേഹിതനേശു എന്നെ മാറോടണച്ചെന്നും കാക്കും. കൈവിടില്ലെന്ന് വാക്കു പറഞ്ഞവനെ ഒരു നാളും കൈവിടില്ലെന്ന് വാക്കു പറഞ്ഞവനെ സോദരർ തള്ളിയെന്നാലും സ്നേഹിതർ മാറിയെന്നാലും സോദരർ തള്ളിയെന്നാലും സ്നേഹിതർ മാറിയെന്നാലും നല്ലവനെ വല്ലഭനെ വാക്കുമാറാത്ത രക്ഷകനെ നല്ലവനെ വല്ലഭനെ വാക്കുമാറാത്ത രക്ഷകനെ മാറാത്ത സ്നേഹിതനേശു എന്നെ മാറോടണച്ചെന്നും കാക്കും. ജീവിതയാത്രയിലെന്നും ക്ഷേമമായി പാലിക്കുന്നോനേ ജീവിതയാത്രയിലെന്നും ക്ഷേമമായി പാലിക്കുന്നോനേ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്ന
കാത്തിടും തൻ കരം തന്നിൽ. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാൽ എന്നെ കാത്തിടും തൻ കരം തന്നിൽ. ഏൽപ്പിക്കുന്നേ പൂർണ്ണമായി സ്വീകരിക്കൻ നാഥനേ. ഏൽപ്പിക്കുന്നേ പൂർണ്ണമായി സ്വീകരിക്കൻ നാഥനേ. മാറാത്ത സ്നേഹിതനേശു എന്നെ മാറോടണച്ചെന്നും കാക്കും. മാനസം നീ എൻ ജീവിതം നീ തന്ന ദാനം, ഈ നന്മകൾ നിൻ കൃപ മാത്രം. ഘോഷിക്കും നാവിനി നിന്നെ നിരന്തരം, ശേഷിക്കും നാളിനി ജീവിതത്തിൽ. എൻ ജീവിതം നീ തന്ന ദാനം, നന്മകൾ നിൻ കൃപ മാത്രം. ഘോഷിക്കും നാവിനി നിന്നെ നിരന്തരം, ശേഷിക്കും നാളിനി ജീവിതത്തിൽ. യേശുവേ നീ മാത്രമേ ആശ്രയമായെന്നും ആലംബമായി. യേശുവേ നീ മതിയേ, നീ മതി, നീ മതി വരുവേ. യേശുവേ നീ മാത്രമേ ആശ്രയമായെന്നും ആലംബമായി. യേശുവേ നീ മതിയേ, നീ മതി, നീ മതി വരുവേ. തുമ്പങ്ങളേറുമീ ജീവിതത്തെ ഇമ്പങ്ങളേകി നീ ധന്യമാക്കി. തുമ്പങ്ങളേറുമീ ജീവിതത്തെ ഇമ്പങ്ങളേകി നീ ധന്യമാക്കി. ഈ ദിവ്യ സ്നേഹം സ്വർഗീയ ഭാഗ്യം തിരുമുൻപിലെന്നെയും യോഗ്യനാക്കി.
ഈ ദിവ്യ സ്നേഹം സ്വർഗീയ ഭാഗ്യം തിരുമുൻപിലെന്നെയും യോഗ്യനാക്കി. എൻ ജീവിതം നീ തന്ന ദാനം, ഈ നന്മകൾ നിൻ കൃപ മാത്രം. ഘോഷിക്കും നാവിനി നിന്നെ നിരന്തരം, ശേഷിക്കും നാളിനി ജീവിതത്തിൽ. യേശുവേ നീ മാത്രമേ ആശ്രയമായെന്നും ആലംബമായി. യേശുവേ നീ മതിയേ, നീ മതി, നീ മതി മരുവേ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ. നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണമേ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ. നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണമേ. പാപങ്ങളേറിടുമ്പോ സ്നേഹിതർ മാറിടുമ്പോ, പാപങ്ങളേറിടുമ്പോ സ്നേഹിതർ മാറിടുമ്പോ, ഉറ്റവർ ബന്ധുക്കളും എന്നെ പഴിക്കുമ്പോ, ലോകത്തിൻ മോഹങ്ങളും പാപവഴികളും നിൻ പാതെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ. നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണമേ. വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, ആശ്വാസവാക്കുകളും എൻ ഹൃത്തിൽ വന്നിടുമ്പോ, ക്രൂശിൻ മറവിൽ നിന്നും സ്നേഹത്തിൻ വചനമായി നിന്നാമത്തെ ഉയർത്തിടും ഞാൻ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ. നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണമേ.
കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ. നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണമേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. പ്രത്യാശയോടെ ഞാനും കാത്തിരിക്കുന്നേ, എന്റെ പ്രിയനെ വേഗം വന്നിടണേ. പ്രത്യാശയോടെ ഞാനും കാത്തിരിക്കുന്നേ, എന്റെ പ്രിയനെ വേഗം വന്നിടണേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ.
I said the old city of Jerusalem is surrounded by great walls. Can you see those walls? You saw them all over, right? And they have 8 entry gates. One was the Sundara Kavadam, the beautiful gate, the golden gate. It is closed. It will open only when Jesus comes. That was the actual gate to the holy temple of Jerusalem. Jerusalem Devalayathilekkula praveshana kavadamaayirunnu adu. You saw the sheep gate, le side le, from where they used to take the sheep to be slaughtered. ആടിനെ ബലിയർപ്പണത്തിന് കൊണ്ടുപോകുന്നത്. കാരണം മെയിൻ ഗേറ്റിൽ കൂടെ പോയാൽ അതിന്റെ കാട്ടോ മൂത്രം വീണ് മെയിൻ ഗേറ്റ് വൃത്തികേടാവുന്നു പറഞ്ഞാണ് സൈഡ് ഗേറ്റ്. Then you saw the dung gate, വിലാപമതിലേക്ക് കയറിപ്പോയപ്പോ. Yesterday you saw the new gate, the one which was made last. Then you came out of Jaffa gate yesterday. You saw the most beautiful gate, the Damascus gate. Yesterday we entered the Via Dolorosa from Herod's gate, and this is the Zion gate. You are on Mount Zion. ഇതെല്ലാം പാടുകളാണോ? 1977 ഇപ്പോ നടക്കുമ്പോ വെടിവെച്ച പാടുകളാണ്. നമ്മളെ പ്ലാസ്റ്റിക് തേച്ച് വൃത്തിയാക്കിയില്ല. 1967. കാലത്ത് പണിത ഏറ്റവും മേളില് ലാസ്റ്റ് 100 വർഷമായിട്ടുള്ള അത് പണിതിട്ട് അതിന്റെ താഴെയുള്ള ഭാഗം കണ്ടോ, വലിയ കല്ലുകൾ. ആ ഒറിജിനൽ വോളിന്റെ 1/3 ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. 1/2 ഭാഗം താഴെയാണ്. എന്തുകൊണ്ടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴോട്ടാണ്, അല്ലേ? നെവർ ഫർഗെറ്റ് ദാറ്റ്. 1/2 ഭാഗം താഴെയാണ്. താഴോട്ട് നമ്മൾ പോകുമ്പോണ്ടല്ലോ, കല്ലുകളുടെ എണ്ണം വലിപ്പം കൂടുതലായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഇനി ഇവർക്കൊരു ദേവാലയം പണിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ തല ഇടിച്ചിടിച്ചിടിച്ച് പ്രാർത്ഥിച്ചത്. യഹൂദന് ദേവാലയം ഇല്ലാത്തതുകൊണ്ട് ബലിയർപ്പണമില്ല. അവന്റെ പാപഭാരങ്ങളെല്ലാം തലമുറകളായിട്ട് കെട്ടിക്കിടക്കുക. അതിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ തല ഇടിച്ചിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നീ കരുണയുണ്ടാവണമേ, ഞങ്ങൾക്കൊരു ദേവാലയം തരണേ. പിന്നെ യഹൂദൻ പ്രാർത്ഥിക്കും, ആണും പെണ്ണും ഇപ്പോഴും ഇങ്ങനെ ആടി ആടി പ്രാർത്ഥിക്കും. എന്തിനാ? സർവ ആദരങ്ങളും ഉണർവോടെ നിന്ന് പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രയർ ഷോൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ കാണാം, സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പുരുഷന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ തലയിൽ ഒരു ചെറിയ പെട്ടി പോലത്തെ സാധനം കാണാം. പിന്നെ ഒരു കറുത്ത ടേപ്പ് പോലത്തെ സാധനം കയ്യെ ചുറ്റി ഇവിടെ കൊണ്ട് അവസാനിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ശിരസിൽ ഉദിക്കുന്ന ദൈവവചനം അവന്റെ ഹൃദയത്തിലേക്ക് വരും. അതിനാണ് അവൻ ഈ കൊച്ചു സൂത്രമാലി വെച്ചിരിക്കുന്നത്. പിന്നെ ആൺകുഞ്ഞ് 12 വയസ്സാകുമ്പോഴാണ് ആദ്യമായിട്ട് തോറ വായിക്കുന്നത്. അത് വലിയ ആഘോഷമാണ്. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണത്. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ചെണ്ടയും കൊട്ടും കൊച്ചിനെ ഇങ്ങനെ തോളത്തിരുത്തിക്കൊണ്ടാണ്, ഇത് ജ്ഞാനിപ്പിക്കാത്തൊക്കെയാണ് കൊച്ചിനെ കൊണ്ടുവരുന്നത്. പെൺപിള്ളേരെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പട്ടാളത്തിൽ ഞാൻ പറഞ്ഞില്ല, 17 വയസ്സാകുമ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് വന്ന് പട്ടാളത്തിൽ ചേരും. പെണ്ണുങ്ങളും 2 വർഷം, ആൺപിള്ളേർ 3 വർഷം സേവനം അനുഷ്ഠിച്ചേ പറ്റൂ. ആ സമയത്ത് അവരുടെ ഓത്ത് ടേക്കിംഗ് ഇവിടെയാണ്, അതിന്റെ റിന്യൂവലും ഇവിടെയാണ്. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ഈ വിലാപമതിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഇത് കംപ്ലീറ്റ് പട്ടാളക്കാരുടെ ഏരിയ ആയി. ശനിയാഴ്ച ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കത്തില്ല, കാരണം ശബ്ബാത്ത. പിന്നെ പെണ്ണുങ്ങൾ വയറ് കാണിക്കുന്ന അഗെയിൻസ്റ്റ്, ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ വയറ് കാണിക്കുന്ന അഗെയിൻസ്റ്റ് റിലിജനാണ്. കൊണ്ട് പുള്ളിക്കാരി വയറിനോട്ട് പൊത്തി പെണ്ണുങ്ങൾ സാരിയൊക്കെ എടുത്തോണ്ട് വരുമ്പോ അവർ നമ്മളെങ്ങനെ വേറെ സൂപ്പർമാല ഇടിക്കും. എല്ലാം കവേർഡായി. നമ്മുടെ ചർച്ചസിനൊക്കെ കിട്ടുമോ? ശരിയാ. പിന്നെ ആണുങ്ങള് നിങ്ങൾ ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ തല തൊപ്പി വെപ്പിക്കും. പക്ഷെ അവിടെ തൊപ്പിയുണ്ട് പേപ്പറിന്റെ, അതിന് സ്കൾ ക്യാപ്പ് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ആണുങ്ങൾ തല തൊപ്പി വെക്കുന്ന ദൈവമേ നിന്റെ കരങ്ങൾ എന്റെ ശിരസിൽ ഉണ്ടായിരിക്കണമേ എന്നുള്ളൊരു യാചനയാണ്.
പെണ്ണുങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം പെണ്ണുങ്ങളുടെ തലയിൽ എപ്പോഴും കർത്താവിന്റെ കൈ ഇറങ്ങുന്നു. Hallelujah. അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ Hallelujah. പിന്നെ വെക്കണം. പിന്നെ നിങ്ങളിപ്പം സങ്കീർത്തനം പറയുന്നുണ്ട് ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? എത്രയോ മുമ്പ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളും തട്ടിപ്പോകും. ഇവനല്ല, നമ്മളും പോകും. കാരണം ദേവാലയം പണിയണമെങ്കിൽ അങ്ങോട്ടാണ് പണിയേണ്ടത്, ഈസ്റ്റിലേക്ക്. അങ്ങോട്ട് പണിയുമ്പോൾ എന്താ പറ്റുന്നത്? മേത്തന്റെ പള്ളി പോകും. മേത്തന്റെ പള്ളി പോയാൽ ലോകം മുഴുവൻ അസ്വസ്ഥമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇങ്ങോട്ട് പണിതാൽ എന്നാ കുഴപ്പം? പക്ഷെ അങ്ങനെയല്ല, ദൈവകൽപ്പന അനുസരിച്ചാണ് ഈ യഹൂദൻ ദേവാലയം പണിയാനിരിക്കുന്നത്. ഓക്കെ, ഇനിയും വരുന്ന ദേവാലയം 3rd ടെമ്പിൾ പീരീഡ് ആയിരിക്കും. അന്ന് എല്ലാം കഴിയും. ഓക്കെ, ഞാൻ ഒലിമല നിന്നപ്പോ പറഞ്ഞ പൈൻമരങ്ങളുടെ പുറയിലാണ് വിലാപമാകുന്ന ഓർമ്മയുള്ളവർക്ക് ഇപ്പൊ മനസ്സിലാവും എന്റെ ക്രോസ് റെഫറൻസ്. ഇപ്പൊ മണി 8:10. നിങ്ങൾ എത്രയും വേഗം പോയി തലി ഇടിച്ചിടിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ ഇവിടെ ചോര കാണണം. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അറിയുന്നു നാഥാ നിൻ ദിവ്യ സ്നേഹം, അണയാതെ സൂക്ഷിപ്പൂ എൻ ഹൃത്തിൽ. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അന്നൊരു നാളിൽ നിൻ തിരുമുൻപിൽ വന്നു ഞാൻ കൈകൾ കൂപ്പിയപ്പോൾ, അൾത്താര തന്നിൽ കണ്ടു ഞാൻ നാഥ തിരുവോസ്തിയായി നിൻ രൂപം. ഈ ജന്മം നിൻ തിരുമുൻപിൽ ഉരുകുന്ന തിരി പോലെ ഏകുന്നിതാ. ഈ ജന്മം നിൻ തിരുമുൻപിൽ ഉരുകുന്ന തിരി പോലെ ഏകുന്നിതാ. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. ഇന്നു നിൻ മുൻപിൽ നിൽക്കുന്നു നാഥ, ആദ്യ കുർബാന തൻ നേരമിതിൽ. ഉയരുന്ന കാസയിൽ അലിയുന്ന സ്നേഹമായി നിൻമുഖമിൽ കാണുന്നു ഞാൻ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ വാഴ്ത്തുന്നു പാടി പുകഴ്ത്തിയിടുന്നു. ഓ ദിവ്യ
സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അറിയുന്നു നാഥാ നിൻ ദിവ്യ സ്നേഹം, അണയാതെ സൂക്ഷിക്കൂ എൻ ഹൃദയം. അണയാത്ത സ്നേഹത്തിൻ ദീപമേ, നിന്നോടലിഞ്ഞു ഞാൻ ചേരുന്നു. അത് വിസ്തരിക്കുന്നതല്ലാതെ നമ്മൾ ഈ നടന്നു വരുമ്പോൾ ആൾക്കാരെ മാറി ഈ കടകളൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രൂശിന്റെ ധ്യാനം പോലും അങ്ങ് മാറിപ്പോവുക. ഇന്നും പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രത, ക്രൂശിന്റെ പാതയിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ആ ലോകത്തിന്റെ മായ, ലോകത്തിന്റെ മോഹവും മായയും പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് അകറ്റുന്നത്. നാം നേരത്തെ ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുക, ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമ്മൾ കർത്തൃമേശ്വരം മുമ്പിൽ വരുമ്പോൾ നാം വളരെ ആവേശത്തോടും ഭക്തിയോടും പാടുന്ന പാട്ടിന്റെ ചില ചരണങ്ങളുണ്ട്. നമുക്ക് ആ പാട്ടിന്റെ ചരണങ്ങൾ സാരമില്ല, ആര് വന്നാലും എന്ത് വന്നാലും നമുക്കത് പാടിപ്പോകാം. കാരണം എന്തറിയോ, അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും അതിലേക്ക് ഒന്ന് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ഈ വഴി നമുക്ക് വെറും ഒരു നടപ്പ് മാത്രമേ ഉള്ളൂ, ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് നോട്ട് ബി ബിഗൈൽഡ് ബൈ ദ തിങ്സ് ഓഫ് ദ വേൾഡ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന്റെ ആ വശീകരണത്തിൽ നാം ആയിപ്പോകാതെ ആ ക്രൂശിന്റെ പാതയിലേക്ക് നമുക്ക് സ്ഥിരതയോടെ നമ്മുടെ കണ്ണുകൾ വെച്ച് നമ്മുടെ മുമ്പിൽ പോയ കർത്താവിന്റെ പാതയിൽ, ദി ഓഥർ ആൻഡ് ദ പെർഫെക്റ്റർ ഓഫ് എ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതുമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്കറിയത്തില്ല വീണ്ടും ഇങ്ങനെ ഒരു അവസരം നമുക്കുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന അവസരം, ലെറ്റ്സ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്. അതിന് പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആലിയാനി നടന്നു പോകുമ്പോൾ ആ പാട്ടിന്റെ ചരണങ്ങൾ നമുക്ക് എല്ലാവർക്കും ധ്യാനിച്ചുകൊണ്ട്, നിങ്ങൾ അങ്ങോട്ട് നോക്കാതെ സംസാരിക്കാതെ, ലെറ്റ് അവർ ഫോക്കസ്, നമ്മുടെ ആ കോൺസെൻട്രേഷൻ മാറാതെ നമുക്ക് ഒരുമിച്ച് പാടി നീങ്ങാം. ഈ ആൾക്കാര് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ നമ്മളെ കാണുന്നുണ്ട്. ഒരു പക്ഷേ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും, ഗവണിക്കുന്നത് സാരമില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ ഇനി അല്പം കൂടെ ഉള്ള നമുക്ക് കൊൽക്കത്ത വരെ ചെല്ലാൻ, പിന്നെ നമുക്ക് ഈ പാതയിൽ കൂടെ പിന്നെയും വരുവാൻ ഒക്കത്തില്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദാറ്റ് സോങ്. നല്ല ബലൂൺ. പക്ഷെ ഇവിടെ മരിച്ചു അടക്കം ചെയ്തു. പക്ഷെ എവിടെ അടക്കം ചെയ്തു ഇന്ന് വരെ ആർക്കും അറിയത്തില്ല. അറിഞ്ഞാൽ വിപ്ലവം ഉണ്ടാവും. കാരണം 3 പേരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ ഇതാണ് ആ പിച്ചള സർപ്പം. ആ മുമ്പിൽ കാണുന്ന ഡെഡ് സീ, കാണുന്ന ജോർഡൻ വാലി. ഒരു വീതി കൂടി കുറഞ്ഞു വരുന്നുണ്ടോ, അതാണ് ജോർഡൻ റിവർ. ആ വീതി കൂടിയ ഏരിയ ഉണ്ടോ, വീതി കുറഞ്ഞു ഡെഡ് എന്ന് അവസാനിക്കാണ് ജോർഡൻ റിവർ. ഇവിടെ വെള്ളം കൂടി കാണണം അല്ലേ, വീതി കൂടുതലെന്ന് വെച്ചാൽ മക്കളെ, ആ കാണുന്ന നേരെ മുമ്പിൽ കാണുന്ന പട്ടണമാണ് ജെറീക്കോ പട്ടണം. ബെത്ലഹേമും ജെറൂസലേമും ആ മലയുടെ കുന്നിന്റെ പുറത്തിൽ. 6ാം സ്ഥലം നിൽക്കുമ്പോ ഇവിടെ വെച്ച് യേശു ഒരു കയറ്റമല്ലേ, അത്രയും വയ്യാത്ത യേശുവിനെ സിമിയോൻ കുരിശു താങ്ങാൻ സഹായിക്കുന്നുവെങ്കിലും യേശു ഇങ്ങനെ വരുമ്പോ യേശുവിന്റെ മുഖം നിറച്ച് രക്തമാണ്. ആ മുൾക്കിരീടത്തിന്റെ മുറിവുകള്, പിന്നെ ഉള്ളിൽ വിങ്ങി പൊട്ടുന്നുണ്ടാവും, കരയുന്നുണ്ടാവും. നമ്മളും കരയുമ്പോ പലപ്പോഴും നമ്മളെ കണ്ണിൽ കൂടെ നമുക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ വരത്തില്ല, നമ്മൾ ഒത്തിരി കരയുമ്പോ. അപ്പം പക്ഷെ ഇതൊന്നും യേശുവിന്റെ മുഖത്ത് കണ്ണുനീര് തുടയ്ക്കാനോ ഒന്നും ആരും അവിടെ മുതിരുന്നില്ല, കാരണം പട്ടാളക്കാരെ പേടിച്ചിട്ട്. അപ്പൊ ഇവിടെ വെച്ചാണ് വെറോണിക്ക യേശുവിനെ കാണുന്നത്. വെറോണിക്ക പട്ടാളക്കാരെ ഗണ്യമാക്കുന്നില്ല, മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിക്കുന്നില്ല. അവൾ ഓടിച്ചെന്ന് യേശുവിന്റെ മുഖം തുടച്ചു കൊടുക്കുന്നു. യേശു ആ തുവാലയില് തന്റെ ഈ മുഖത്തിന്റെ ആ ഇംപ്രഷൻ പതിപ്പിച്ചു കൊടുത്തെന്നാ പറയുന്നത്. വെറോണിക്ക wipes the face of Jesus and he leaves an imprint on the towel എന്നാ പറയുന്നത്. അപ്പം വെറോണിക്ക അത് ചെയ്യുമ്പോ
അതായത് നമ്മൾ അന്യന്റെ ദുഃഖം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും യേശുവിന്റെ മായാത്ത മുദ്രയാണ് പതിയുന്നത് കേട്ടോ. ഇവിടെ വെച്ചാണ് യേശു രണ്ടാമത്തെ പ്രാവശ്യം വീഴുന്നത്. നാച്ചുറലി അല്ലേ, ഈ കയറ്റം എല്ലാം നടന്നു വന്നിട്ട് നമ്മൾ തന്നെ കുഴയുക. ആ കണക്കിന് ആ ശാരീരിക മാനസിക അവസ്ഥയിൽ ആ കുരിശും കൊണ്ട് യേശു വീണില്ലെങ്കിൽ അല്ല അത്ഭുതമുള്ളൂ. അന്ന് ഇത്രയും വലിയ ബഹളമൊക്കെ കേട്ട് യെരൂശലേം നഗരിയിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം വഴിയിലേക്ക് വരിക. ഇതൊക്കെ അന്നത്തെ പഴയ കാലത്തെ വീടുകളാണ്. കച്ചവട സ്ഥലം അവിടം വെച്ച് അങ്ങ് തീരും. ഇതിന്റെ ഇപ്പുറത്തേക്ക് ഔട്ട്സ്കേർട്സ് ആണ്. യേശുവിനെ ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ കുട്ടികളും സ്ത്രീകളും ഓടിയെത്തുന്നു എന്താ കാണാൻ. അപ്പൊ സ്ത്രീകളുടെ ഓർമ്മയിൽ വരുന്നു ഓശാന ദിവസം ആർപ്പ് വിളിച്ച് ഓശാന പാടി യേശുവിനെ എതിരേറ്റവര് അവരൊന്നും കാണുന്നില്ല. അത്രയും ജയഘോഷം വിളിച്ച ഒരാളെയാണ് ഇന്ന് ഇതുമാത്രം പീഡിപ്പിക്കുന്നത്. ഇത് കണ്ട് അവർ കരയാണ്. അവർക്ക് യേശുവിനോട് ഭയങ്കരമായിട്ട് സഹതാപം തോന്നുകയാണ്. അപ്പൊ യേശു അവരോട് പറയുന്നു, സ്വന്തം വേദനയും പീഡനയും ദുസ്സഹനമായ പീഡനമായിരുന്നാ പറയുന്നത്. ആ പീഡനത്തിലും യേശു പറയുന്ന ഇപ്രകാരമാണ് യെരൂശലേം നഗരിയുടെ സ്ത്രീകളോട്, നിങ്ങൾ എന്നെ പ്രതി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരവിൻ. കാരണം ഏതാനും വർഷങ്ങൾക്കകം യെരൂശലേം ആക്രമിക്കപ്പെടും. ഇവിടെ അപ്പടി പട്ടിണിയും ദാരിദ്ര്യമായിരിക്കും. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മരിക്കും എന്നുള്ള പ്രവചനമായിരുന്നു അന്ന് യേശു അവർക്ക് കൊടുത്തേച്ചും പോയത്. കാരണം യേശുവിന് അറിയായിരുന്നു യേശുവിന് ശേഷം ഇവിടെ എന്ത് സംഭവിക്കുന്നു. അതുപോലെ അത് സംഭവിക്കുകയും ചെയ്തു. യെരൂശലേം നഗരിയിലെ സ്ത്രീകള് സ്വന്തം ദുഃഖം മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ദുഃഖത്തിലായിരിക്കുമ്പോൾ യെരൂശലേം നഗരിയിലെ സ്ത്രീകളുടെ വിലാപം ആശ്വസിപ്പിക്കുകയാണ്. മേലധികാരികൾക്കും ജെറൂസലേം ദേവാലയത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് പെസഹായുടെ കാലമായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് കൈസറിയ, ഇന്നലെ നിങ്ങൾ പോയില്ലേ, അവിടെ നിന്ന് കൈസറിയയിൽ നിന്ന് ജെറൂസലേമിലേക്ക് അരമനയിൽ വന്നു. ഈ അരമനയുടെ മുകളിൽ നിന്നാണ് ജെറൂസലേം ദേവാലയം വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, യേശുവിന്റെ കുരിശുമരണം യേശുവിനെ വിധിക്കുന്നത് പീലാത്തോസിന്റെ അരമനയെന്നാണ്. അവിടെ വെച്ചാണ് പരിഹാസ രാജാവാക്കുന്നത്. മുൾമുടി, കിരീടത്തിന് പകരം മുൾമുടിയും മേലങ്കിക്ക് പകരം ചുമല തുന്നലില്ലാത്ത മേലങ്കി, വടിക്ക് പകരം കുരിശും കൊടുത്ത് അവിടെ നിന്നാണ് വിലാപയാത്രയുടെ ആരംഭം. എല്ലാരും കേട്ടോ മക്കളെ?
ആശ്രയിച്ചോരെല്ലാം കൈവിട്ട നേരം ആശയത്തോടായലഞ്ഞിടുമ്പോ ആശ്രയിച്ചോരെല്ലാം കൈവിട്ട നേരം ആശയത്തോടായലഞ്ഞിടുമ്പോ ആശ്രിതവത്സലനേശൻ മകേശൻ ആശ്ലേഷിച്ചിടും നിന്നെ തന്തരത്താൽ ആശ്ലേഷിച്ചിടും നിന്നെ അതല്ലേ മനമേ മുതലേ ഹൃദയം ചാരുക യേശുവിങ്കൽ അവൻ നിന്നെ പുലർത്തുമല്ലോ മാറാത്ത രോഗത്താൽ മരണത്തിൻ പാശങ്ങൾ മാറാതെ പിന്നാലെ വന്നിടുമ്പോ മാറാത്ത രോഗത്താൽ മരണത്തിൻ പാശങ്ങൾ മാറാതെ പിന്നാലെ വന്നിടുമ്പോ മറക്കടിച്ചു നീ കേറിടുമ്പോൾ അതോട് ചേർത്തിടുമേ തങ്കരത്താൽ അതോട് ചേർത്തിടുമേ അതല്ലേ മനമേ മുതലേ ഹൃദയം ചാരുക യേശുവിങ്കൽ അവൻ നിന്നെ പുലർത്തുമല്ലോ കണ്ണുനീരാകവെ തുടച്ചിടുമേ തൻ കരത്താൽ നിന്നെ താങ്ങുമല്ലോ അതല്ലേ മനമേ മുതലേ ഹൃദയം ചാരുക യേശുവിങ്കൽ അവൻ നിന്നെ പുലർത്തുമല്ലോ. Now, when he got here, he would have seen three hills: the Mount of Olives, Kidron Valley, Mount Moriah, you are sitting on now, the Terrapean Valley, and the Western Hills that we no longer see. They filled it in, basically. The highest point of Mount Moriah is up there. That is 30 meters higher than the Temple Mount. That is why that is a Muslim cemetery up there now, because it overlooks the Dome of the Rock. It's very expensive to be buried up there. So, was this the place where Jesus? Abraham said to his servants, you stay there, and we are going up to pray, and we will come back. He was going to take his son up that mountain, sacrifice him, and bring back a resurrected son. Because God has promised him everything, that his seed will father nations as numerous as stars in the sky. He had total confidence that God will resurrect his son. At the last moment, God provided a ram for the sacrifice, but God said, I will provide the lamb, which I believe was Jesus Christ, to be sacrificed on God's chosen mountain, Mount Moriah. Isaac carried the wood for his sacrifice up that mountain, and Jesus carried his wooden cross up that same mountain. And I think that was possibly here. There's no proof of it. I don't think it was up the top of that hill. I think it was down here. Because this area was quarried out. Stone was taken to do the massive building in Jerusalem 30 years before Jesus was born. And it stopped at this rock face because the rock was broken. It wasn't any good for building. Now in that face over there, last year you could see very much a skull. But with the drilling up there in the graveyard and the buses here, the vibration has damaged the rock. But this picture here was taken 120, well, about 100 years ago. And you can see very much the skull there. Now I'd like to pass that around this way for you to see. I think I've got some more pictures here. Pass that around there. You can see very much the skull there where the arrow is.
So if you pass that around and have a look at it, it shows very much a skull in that cliff face over there. This was also a place of execution. This is where the Jews would commit their capital punishment of stoning. Now, stoning was not rented crowd with enough rocks. The first witness against the accused would kick the person over a cliff. Not too high a cliff, but just high enough to kill them. That didn't kill them. The first and second witness would probably roll a stone on the cliff to crush it. That didn't kill them. Then the crowd would stone the person to death. Behind this building here, Damascus Gate, and St. Stephen's in the Bible was led out of the city and stoned. Most likely it was here, a place of stoning. And my namesake Saul, he wasn't a nice man at all. He was standing here watching Stephen stoned to death here, on the road to Damascus. The Romans would use crucifixion as a means of intimidation. They would parade the person through the streets and do it in a very busy place. This was a crossroads, the road to Damascus, to Jaffa, to Bethlehem. Not up there, down here. Because in the Bible it said people walked past him and shouted insults at him when he was on the cross. They said, if you can rebuild the temple in 3 days, you can come down off that cross. And everything our Lord said on the cross was heard and recorded. I don't think it was up there. I think it was down here somewhere, beside the road. So this is where Jesus was crucified, and there's no proof that this is the place. The Bible says nearby there was a garden, and in that garden there was a tomb, cut out of solid rock, where no man's yet laid. So what I like to do after you've taken some photographs, we'll take a walk in the garden, see what type of garden this was, and then we'll have a look at the tomb. Okay? If there's any questions, please stop me. രാവിലെ നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ നാം 23-ാം സങ്കീർത്തനമാണ് വായിച്ചത്. യഹോവൻ ജിലേനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നാം ഈ പകൽക്കാലം ഈ ഭാഗത്ത് കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട് ഈ ഭാഗം വായിച്ച്. കാരണം ഒരു ദൈവിക നീതിയായിരുന്നു ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനത്തോട് ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രത്യക്ഷത. യേശുവിന് വേണമെങ്കിൽ കൊട്ടാരത്തിലും ജനിക്കാമായിരുന്നു. എന്നാൽ യേശു ജനിച്ചത് സാധാരണക്കാരുടെ മധ്യത്തിലാണ് ജനിച്ചത്. സാധാരണക്കാരന് പ്രത്യക്ഷപ്പെട്ടു. ആട്ടിടയന്മാർ വലിയ വിലയൊന്നും അന്നും ഇന്നും സമൂഹം നൽകിയിട്ടില്ല. എന്നാൽ ആ ആട്ടിടയന്മാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ തേജസ് വരികയും ദൈവദൂതൻ ഇറങ്ങി വരികയും അത്യുന്നത ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ള ആ സദ്വർത്തമാനം ആരംഭമായി അവർ അറിയുകയും അവർ ബെത്ലഹേമിലേക്ക് ഓടിച്ചെന്ന് ഈ വസ്തുക്കളൊക്കെയും ഇങ്ങനെ തന്നെയാണോ എന്ന് കാണുവാൻ അവരുടെ ആഗ്രഹവും ഒക്കെ നാം മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. അവർ കടന്നു വന്ന് കുഞ്ഞിനെയും അമ്മയും കണ്ട് അവർ വീട് നമസ്കരിച്ച്
ആ ജനനത്തിൽ തന്നെ താൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് ആ ആട്ടിടയന്മാർക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് ഓർക്കുമ്പോൾ, ആ വെളിപ്പാടിന്റെ ശ്രേഷ്ഠത ഓർക്കുമ്പോൾ നാം ദൈവത്തെ എത്രയധികം കാലാകാലങ്ങൾ ക്രിസ്തുവേശു നമുക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ മുൻപാകെ വീട് നമസ്കരിപ്പാൻ, ഹല്ലേലൂയ, അവനെ ആരാധിപ്പാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ആ ഭാഗ്യ പദവി ഓർക്കുമ്പോൾ ദൈവത്തെ നാം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ധന്യമേറിയ സമയത്ത് ഹല്ലേലൂയ ദൈവത്തെ ഒരുമിച്ച് പാടുവാനും സ്തുതിപ്പാനും നിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഹല്ലേലൂയ നാം പലപ്പോഴും അവഹേളിക്കുന്ന ജനം, ഹല്ലേലൂയ, നാം പലപ്പോഴും ഹല്ലേലൂയ അവർക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്ന ജനം, ഒരു പക്ഷെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് പലപ്പോഴും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കാണ്. അത് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് പിന്നെയും പ്രാർത്ഥിപ്പാൻ നാം ഹല്ലേലൂയ കടപ്പെട്ടവരായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ക്രിസ്തുയേശുവിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ രാവിലെ സമയം കർത്താവേ, അവിടുത്തെ സന്നിധിയിലടിയങ്ങൾക്ക് തലകളെ ഉണക്കുവാൻ കർത്താവേ ഒരവസരം കൂടെ ദൈവസന്നിധിയിലടിയങ്ങൾക്ക് ദാനമായി തന്നതിനാൽ കർത്താവേ, ബലഹീനരും പാപികളും ദോഷികളും കർത്താവേ ഈ ലോകത്തിന്റെ മക്കളുമായിരുന്ന അടിയങ്ങളെ കർത്താവേ അവിടുന്ന് ക്രിസ്തുയേശുവിൽ മുന്നമേ അവിടുന്ന് കണ്ടതിനാൽ കർത്താവേ, ക്രിസ്തുയേശുവിൽ അടിയങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തതിനാൽ നന്ദിയോടെ സ്നേഹിക്കുന്നു കർത്താവേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ പ്രയോജനം പിടിച്ച കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ കർത്താവേ. ഈ സദ്വർത്തമാനം കർത്താവെ അടിയങ്ങളുടെ കാതുകളിലും വരുവാൻ ഞങ്ങളോട് അവിടുന്ന് കാട്ടിയ കരുതയ്ക്കായി കർത്താവെ അവിടുത്തെ ആ ജനനത്തെ കുറിച്ചുള്ള ആദ്യത്തെ വാർത്ത അവരെ അറിയിപ്പാൻ അവിടുന്ന് കർത്താവെ അതുപോലെ കർത്താവെ അടിയങ്ങളും സാധാരണക്കാരും കർത്താവെ ഈ ലോകത്തിലെ കർത്താവെ നിന്ദിക്കപ്പെട്ടവരുമായിരുന്ന അടിയങ്ങളെ അവിടുന്ന് കർത്താവെ കണ്ടതിനാൽ നന്ദിയോടെ കർത്താവെ അവിടുത്തെ പങ്കിട്ട് തന്നതിനാൽ നന്ദിയോടെ കർത്താവെ ഇതെല്ലാം കാണുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയ ഇന്ന് രാവിലെ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും പരിശുദ്ധാത്മാവളയങ്ങളെ കർത്താവെ മുന്നമേ അവിടുന്ന് നടത്തുന്നുവല്ലോ കർത്താവെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവെ സദ്വർത്തമായി കർത്താവെ അടിയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുന്നു. വ്യക്തികളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ ഈ കർത്താവെ ഈ സന്തോഷം കർത്താവെ മരണം വരെയും നിലനിൽപ്പാനടിയങ്ങളിൽ സഹായിക്കുന്ന കർത്താവെ. ഒരു കുഞ്ഞു പോലും കർത്താവെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുവാനിടയാകാതെ വണ്ണം ദൈവത്തിന്റെ നീതിയെങ്കിൽ നിലനിർത്തുവാനിടയാവില്ലേ കർത്താവെ. ദൈവത്തിന്റെ കർത്താവെ ഇതെല്ലാം അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ദാനമെന്ന് അറിഞ്ഞ് ജീവിക്കാൻ ഓരോ ദിവസവും അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ. എല്ലാ നന്മകൾക്കും നന്ദിയോടെ വാഴ്ത്തുന്നു. എല്ലാ വ്യക്തികളെയും തിരുസന്നിധിയിൽ തരുന്നു. എല്ലാ സഹോദരന്മാരെയും തിരുസന്നിധിയിൽ തരുന്നു. ആരോഗ്യം അവിടുന്ന് കൊടുക്കണമേ, ബലം കൊടുക്കണമേ കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യം അടിയങ്ങളോട് അവിടുന്ന് കൂടെ സകല മടിയങ്ങൾക്കായി ജീവൻ നൽകിയ രക്ഷിതാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. മുഴുവൻ വന്ന് കൂട്ടത്തെ നിസ്കരിച്ചെന്ന്. അതാണ് മെയിൻ പള്ളി. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അതാണ് മെയിൻ ഡോം ഓഫ് ദ റോക്ക്. ഒലിമല ജസ്റ്റ് ഓപ്പോസിറ്റേക്കാണ്. അതാണ് ഡോം ഓഫ് ദ റോക്ക്. അവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിന് ബലി അർപ്പിക്കാൻ കൊണ്ടുവന്നതെന്ന് യഹൂദരും ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നത്. പക്ഷെ മുസ്ലിംസ് പറയുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. കാര്യം എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ അങ്ങ് ജീവിച്ചോട്ടെ. തൽക്കാലം നമുക്ക് ആ ഡോമേ കയറി പതുക്കെ പയ്യെ അങ്ങ് പോവാം. ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലമാണ്. ഇതാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ ചോട്ടിലാണ് 10 കൽപ്പന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഫിലിസ്തീൻ ഗ്രാമങ്ങൾക്ക് 10 കൽപ്പന കാരണം ഒത്തിരി അസൗകര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. കാള കൂട്ടിയിട്ട് പേടകം വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ, ദാവീദ് രാജാവ് അത് എടുത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ ഒരു ഭൂമി മേടിച്ചിട്ട് അതിന്റെ അടിയിലോട്ടാണ് വെച്ചത്. ദൈവ കൽപ്പന ദേവാലയം പണിയാൻ ഈ സ്ഥലത്തായിരുന്നു. പക്ഷെ ദാവീദ് രാജാവ് പണിതില്ല. സോളമൻ രാജാവാണ് ആദ്യത്തെ ദേവാലയം പണിയുന്നത്. അത് കണ്ടുകഴിഞ്ഞ മരം കൊണ്ടുണ്ടാക്കിയ കുരിശായിരുന്നു അത്. അത്രയും വലിയ കുരിശ് ചുമന്നുകൊണ്ട്
യേശു ഇതിലെ വരുമ്പോ ഒരുപക്ഷെ വഴി ഇതുപോലെ കല്ലിട്ട് അഴിക്കത്തില്ലായിരുന്നു. അന്നും ഇത് കച്ചവട സ്ഥലം തന്നെയാണ്. യേശു ഇവിടം വരെ വന്നപ്പം ആ ഭാരത്തിന് കീഴെ യേശു ആദ്യമായിട്ട് വീഴുക. യേശു വീഴുമ്പോ അവിടെ യഹൂദന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവർ ചിരിക്കുക. പട്ടാളക്കാരവനെ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. യേശു പക്ഷെ അതൊന്നും മിണ്ടാതെ സഹിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും നാനാസ്ഥലം ഇവിടെ തന്നെയാണ്. തന്റെ മാതാവ് കുഞ്ഞിനെ വിഷമിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഓടിയെത്തുക. അവർ രണ്ടുപേരുടെയും കണ്ണിനകത്തോട്ട് മാത്രമേ നോക്കുന്നുള്ളത്, സംസാരിക്കുന്നില്ല. മാതാവ് വിഷമിക്കുന്നപ്പോ മകനും വിഷമിച്ചു. മകന്റെ വേദന മാതാവിനെ വേദനിപ്പിച്ചു. അങ്ങനെ 3-ാം സ്ഥലവും 4-ാം സ്ഥലവും ഇവിടെ വെച്ചാണ്. ഏറ്റവും ഒരു മനുഷ്യകുലത്തിലെ ഒരു മനുഷ്യനെ പരിഹസിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് അവനെ അന്നത്തെ കാലത്ത് ഈ കുരിശ് ചുമക്കാന്ന് വെച്ചാൽ വെറും തേർഡ് റേറ്റ് കള്ളന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ആ കുരിശിൽ ചുമന്നുകൊണ്ട് യേശു മാർക്കറ്റ് പ്ലേസിൽ കൂടെ പോകുമ്പോൾ അതിനേക്കാളും വലിയൊരു പണിഷ്മെന്റ് ഒരു മനുഷ്യനില്ല. അപ്പം നമുക്കറിയാം കിരൺ ബേഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലേഡി IPS അവര് മാർക്കറ്റ് പ്ലേസിൽ കൂടെ ഒരു വക്കീലിനെ കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവരുടെ ജോലി പോലും രാജിവെക്കേണ്ടി വന്നത്. അത്രയും മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരാളെ മാർക്കറ്റ് പ്ലേസിൽ കൂടെ കൊണ്ടുപോകുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവനെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അതിന് കാരണം നമ്മുടെ പാപങ്ങളല്ലേ. നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് കാറ്റിനെ പിടിക്കാൻ ഓടി നടക്കുന്ന പോലെ നമ്മൾ നടക്കുന്നു. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ഈ വഴി കൂടെ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയ നിമിഷത്തെ ഓർത്ത് ദൈവത്തോട് ക്ഷമയാചിക്കുക. അന്ന് സിമിയോൻ എന്ന് പറയുന്ന ഒരാള് വയലിൽ നിന്ന് വേല കഴിഞ്ഞ് വരികയായിരുന്നു. അയാള് സൈറീൻകാരനായിരുന്നു. അലക്സാണ്ടറിന്റെയും ലോപ്പസിന്റെയും പിതാവായിരുന്നു. അയാളെ പട്ടാളക്കാര് നിർബന്ധിക്കാണ് യേശുവിന്റെ കുരിശ് ചുമക്കാൻ. അവർക്ക് യേശുവിനോട് സഹതാപം ഉണ്ടായിട്ടോ കരുണയുണ്ടായിട്ടോ അല്ല യഹൂദന്മാർ സിമിയോനെ ഏൽപ്പിക്കുന്നത്. അവരെ യേശുവിനെ ജീവനോടെ ഗോകുൽത്തായി കൊണ്ട് കുരിശിൽ ഏൽപ്പിക്കണമെന്ന് ഒരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് അവര് സിമിയോനെ ഏൽപ്പിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങള്, കൊച്ചു കൊച്ചു കുരിശുകള് സന്തോഷത്തോടെ വഹിക്കാൻ, നമ്മുടെ സ്വന്തം കുരിശ് നമ്മൾ സന്തോഷത്തോടെ വഹിക്കാൻ നമ്മൾ ദൈവത്തോട് യാചിക്കുന്നത് നന്നായിരിക്കും. യേശു ജനിച്ചത് ഏറ്റവും ആദ്യം ആരാ അറിഞ്ഞേ? ആട്ടിടയന്മാരല്ലേ. Glory to God in the highest and peace to his people on earth. ആട്ടിടയന്മാരുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അവര് ഗുഹയ്ക്കകത്താ താമസിച്ചിരുന്നേ. ആടിനെ ഗുഹയ്ക്കകത്ത് വെച്ചു. അവര് പുറത്ത് ജീവിക്കും. തീ കാഞ്ഞ അവര് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ കഥവാർത്ത കേട്ട ഉടനെ അവരെന്ത് ചെയ്തു? ഈ കേട്ടത് ശരിയാണോ? ഈ ദിവ്യനക്ഷത്രം നമുക്ക് എന്റെ പിന്നാലെ അപ്പൊ അവരിവിടെ ഇരുന്നാ, ഇവിടെ ഒരു ഗുഹയുണ്ട്, അവിടെ ഇരുന്നാ തീ ആയോണ്ടിരിക്കരുത്. അവരിങ്ങനെ പോകുമ്പോ ദിവ്യനക്ഷത്രം പോവാ. എങ്ങോട്ടാ? യേശു ജനിച്ച സ്ഥലത്തിന്റെ മുകളിൽ ചെന്ന് നിൽക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് അർത്ഥമുണ്ട്. കാരണം ആ ക്രെയിൻ കാണാമോ മക്കളെ? അതിന്റെ അപ്പുറത്ത് കുരിശ് കാണാമോ? അതാണ് ദ ചർച്ച് ഓഫ് നേറ്റിവിറ്റി. യേശു ജനിച്ച സ്ഥലം. ബോംബ് അറിയാൻ ദൂരം അത്രേ ഉള്ളൂ. ഈ വഴി വഴി അങ്ങനെ മക്കളെ പണ്ടത്തെ കാലത്ത് ഈ കുന്നും കുഴിയൊന്നും കിലോമീറ്റർ വിഷയമല്ലോ. ബേർഡ്സ് വ്യൂ എന്ന് പറയുന്നത് സ്ട്രൈറ്റാ. അതാണ് ഇങ്ങനെ കുണ്ടുകുഴിയൊന്നും തപ്പത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് അവര് ചെന്ന് കയറിയത്. അത് ഇപ്പൊ നിങ്ങളെ അത് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സങ്കല്പിക്കാനായിട്ട് പിന്നെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കും. അതിനാ പറയുന്നത്. അവര് അവരുടെ ആടിനെ കൊണ്ടൊക്കെ ഇങ്ങനെ കൈ കെട്ടിയതിനൊക്കെ നമ്മുടെ തൊഴുത്തിലൊക്കെ ആടിനെ കാണുന്നത്. അവരും കൊണ്ടൊക്കെ ആയിരിക്കും മോളിൽ പോയത്. അവിടെ ആ പോയിന്റിൽ ഇന്ന് നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ ഉടനെ പോകുന്ന പോയിന്റ് അതാണ്. ഓക്കെ. ഈ പോയിന്റ് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മള് പഴയ നിയമത്തിലൊരു
ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പുസ്തകമുണ്ടോ, റൂത്ത് അല്ലേ? റൂത്തിന്റെ അമ്മായിമ്മ നയോമി ഈ ബെത്ലഹേംകാരിയാണ്. നയോമി ബെത്ലഹേമിൽ വന്നപ്പം തന്റെ മരുമോള് പറഞ്ഞു അമ്മയോട്, അമ്മേ ഞാൻ കാല പറക്കാൻ പൊക്കോട്ടെ. അപ്പൊ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവള് ഗോതമ്പും കൊണ്ട് വന്നു. ഉത്തരവാദിത്തമുള്ള അമ്മായിമ്മയായെന്ന് ചോദിച്ചു, എവിടെ കിട്ടിയത് ഇത്രയും ഗോതമ്പ് അല്ലേ? ഇല്ലെങ്കിൽ അമ്മായിമ്മയാണെങ്കിൽ പറഞ്ഞേനെ എടുത്തു വെച്ചേക്ക്, എടുത്തു വെച്ചേക്ക്, നമുക്ക് എത്ര ആയല്ലോ എന്ന് വിചാരിക്കും. നല്ല അമ്മായിമ്മയാണ്ട് ചോദിച്ചു എവിടെ കിട്ടിയെന്ന് ചോദിച്ചു. അവിടെ ഒരു മനുഷ്യൻ എനിക്കിത് തന്നാന്ന്. അയാളുടെ ഞാൻ കാല വന്നിരുന്നപ്പം അയാൾ എനിക്ക് തന്നതാണ്. ആ ബുവാസും റൂത്തും കണ്ടുമുട്ടിയ താഴ്വരയാണ് ഇത്. ഉള്ള ബുവാസൊക്കെ നോക്കുക റൂത്തിനെ കിട്ടുമെന്ന് നോക്കി എല്ലാ രൂത്തുമാരും കൂടുണ്ട്. അവിടെ തന്നെയായിരുന്നു ഇവിടെ ആ ബോസ് കണ്ടുപിടി പെസഹ ആഘോഷിച്ചതിന് ശേഷം ജെറൂസലേമിൽ സ്ഥലമില്ല. അപ്പം ഇവിടെ അടുത്ത് ഒരു ഒലിവിന്റെ ചക്കുള്ളൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ശിഷ്യന്മാരോടൊപ്പം ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരെ അവിടെ ഇരുത്തിക്കൊണ്ട് കുറച്ച് അകലെ ചെന്ന് വെച്ച് സ്റ്റോൺ ത്രോവേ അത്രയും ദൂരം, ആ സ്റ്റോൺ ത്രോവേ അത്രയും ദൂരത്ത് പോയി യേശു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കും. ഗെത്സമന്റെ വാക്കിന്റെ അർത്ഥം ഗെത്സമൻ എന്ന വാക്കിന്റെ അർത്ഥം വൈൻ പ്രസ്, ഇന്നലെ ഞാൻ പറഞ്ഞുണ്ടായിരുന്നു. വൈൻ പ്രസ്, ഒലിവിന്റെ ചക്ക. ഓക്കെ, അപ്പം യേശു ഇവിടെ ആ ജംഗ്ഷനിൽ പ്രാർത്ഥിച്ചപ്പം രക്തം ഉയർത്തു. എന്നിട്ട് തിരിച്ചു എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, can you not stay awake and pray for me because Jesus needed prayer. നിങ്ങൾ മനസ്സിലാക്കണം, ജീസസ് നീഡഡ് prayer. നമ്മളെത്ര അറിയാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയൊരു സന്ദേശമാണ്. തളർവാതെ താക്കുന്നതും യേശു തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ നാണം തോന്നേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതുകൊണ്ട് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ബൈബിൾ വേർ വി ഹാവ് ടു ആസ്ക് പീപ്പിൾ ഫോർ പ്രേയർ. അപ്പം യേശു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചേച്ച് പോയി. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മക്കളെ ആ ദേവാലയം കാണുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ദ ബസിലിക്ക ഓഫ് ഗെത്സമൻ. It is also called the Basilica of Agony. It is also called the Church of All Nations. Why all nations? Because all the people all over the world contributed towards building that church. Now this church is something very beautiful that Antonio Parlucci made. Now look at the church. You see the glasses? They are made of violet color. Violet color glass ഉപയോഗിച്ചിരിക്കുന്നു. Violet എന്തിനാ ഉപയോഗിച്ചേ? ശോകത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ. And it is sealed with alabaster. Alabaster is used to seal tombs. മൊത്തത്തിൽ ഒരു ശോകത്തിന്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനാണ് അന്തോണിയോ പർലൂച്ചി അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഗെത്സമൻ തോട്ടത്തിലെ ബൊട്ടാനിസ്റ്റുകൾ ടെസ്റ്റ് ചെയ്തിട്ട് ആ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ഒലിവിന്റെ മരവും ആ മുമ്പിലിരിക്കുന്ന 2 മരവും botanists proved that it is more than 2000 years old. കാരണം ഈ ബൊട്ടാനിസ്റ്റിന് ഇതിന്റെ ബാർക്കിനാണ് അതിന്റെ ഇത് കിട്ടുന്നത്. It is believed, the tradition says that these trees bore witness to Jesus' agony. Again, if you look at it very carefully, even to this day, the trunk remains untouched, but the branches are being chopped, where you have new shoots, new fruits, everything. ഇന്ന് നമ്മുടെ സഭയെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വിശ്വാസം പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ അല്ലേ, പുതിയ കുറച്ചുകൂടെ ആഴത്തില്ല. ഓരോ മനുഷ്യരും ഓരോ ദിവസവും നമ്മൾ പുതിയ, ഇപ്പൊ ഇന്നലെ പറഞ്ഞ ചിന്തയല്ല ഇന്ന് ഒരാൾക്ക് പുതിയ പരിശുദ്ധാത്മാവ് വേറൊരു വെളിപാടാണ് കൊടുക്കുന്നത് അതേ വിഷയത്തെ കുറിച്ച്. ഇറ്റ് ബേസ് ന്യൂ ഫ്രൂട്ട്സ്, ന്യൂ ഷൂട്ട്സ്, ന്യൂ ഫ്രൂട്ട്സ് ആൻഡ് നോ ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പം
ഗെത്സമൻ തോട്ടത്തിനകത്ത് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. You look at the church, it's made very beautifully. Look at it and come out in 5 minutes. And there is one church where I think it is closed now. അന്ന് നസറത്തീന്ന് പെസഹ കാലത്ത് പെസഹ ആഘോഷിക്കാൻ ജെറൂസലേമിലേക്ക് വരുന്നതായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ ഒലിവ് മലയുടെ തൊട്ട് പിന്നിലാണ് ബെത്താനിയ, അല്ലേ? അതിന്റെ കാരണവും പറഞ്ഞു എന്തുകൊണ്ടാണ്. യേശു നസറത്തീന്ന് വരുമ്പോ ഞാൻ നിങ്ങളെ നാളെ ആ റൂട്ട് കാണിച്ചു തരാം. ആ ബെത്താനിയയിൽ ഇങ്ങനെ മല കയറി ഇപ്പുറത്തോട്ട് വന്ന് നേരെ മുമ്പിൽ കാണുന്ന ജെറൂസലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇപ്പൊ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്നു. അപ്പൊ യേശു നേരെ അങ്ങ് ഒരു അടച്ചിട്ടിരിക്കുന്ന വാതില് കണ്ടോ, 2 എണ്ണം. അതായിരുന്നു സുന്ദര കവാടം. സുന്ദര കവാടം. പത്രോസിനോടൊരു അവിടെ നിന്ന് ഒന്നും ചോദിക്കുന്നു, സ്വർണ്ണവും വെള്ളി തരാനില്ല, നിനക്ക് സൗഖ്യം തരാന്ന് പറഞ്ഞ സ്ഥലം. ആ സുന്ദര കവാടം എന്നാണ് അതിനെ പറയുന്നത്, ബ്യൂട്ടിഫുൾ ഗേറ്റ്. ഓക്കെ, അത് ഇന്ന് അടച്ചിട്ടിരിക്കുക. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഗോൾഡൻ ഗേറ്റ്. ഈ കഥ അവിടെ നിൽക്കട്ടെ, പിന്നെ തുടരാം. അപ്പൊ സ്ട്രേറ്റ് യേശു അവിടെ നിന്ന് ബെത്താനിയിൽ നിന്ന് വരുമ്പോ സ്ട്രേറ്റ് ദേവാലയത്തിലേക്ക് പ്രവേശനം, ആ ഗോപുരം, മനസ്സിലായോ, ആ കവാടം. അപ്പം യേശു അന്ന് പെസഹ ആഘോഷിക്കാൻ വന്ന സമയത്ത് യേശു ഇവിടെ ബേത്ഫാജ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വളരെ ഭംഗിയായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബേത്ഫാജ്, ഇവര് ബേത്ഫാജ് എന്നാ പറയുന്നത്. മലയാളത്തിൽ ആ ഉച്ചാരണത്തിന് വ്യത്യാസം. ബേത്ഫാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പം യേശു പറയുന്നു, അവിടെ ചെന്ന് ഒരു കഴുതക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാ. അപ്പൊ ഇതിനു മുമ്പ് ആരും കേറാത്താണത്. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ എന്ന് ചോദിച്ചാൽ കിട്ടുമോ? മൈ മാസ്റ്റർ നീഡ്സ് ഇറ്റ്, അല്ലേ എന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു. അന്ന് ഓശാന ദിവസം യേശുവിനെ ശൈത്തും കൊമ്പും ആർപ്പുവിളിയോട് കൂടിയാണ് ആഘോഷമായിട്ട് ഒരു രാജാവിനെ കൊണ്ടുപോകുന്ന പോലെ ആൾക്കാർ ഇവിടെ ഓശാന പാടി കൊണ്ടുപോയത്. ഇതേ യേശുവിനെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോ ക്രൂശിച്ചത്. പിന്നെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൽത്തോണെ കെട്ടി ചമ്മട്ടിയും കൊണ്ട് അടിച്ചെന്നാ പറയുന്നത്, അല്ലേ? ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഞാൻ 3 ദിവസം കൊണ്ടാണ് കണ്ടത്. ഇങ്ങനെ നെഞ്ചുവേദന വന്നത് കണ്ടപ്പോ കരഞ്ഞു. കാരണം ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, വാട്ട് ഹി വുഡ് ഹാവ് ആക്ച്വലി ഗോൺ ത്രൂ. ആ ചോരയും ഇതൊക്കെ. ഒന്നിൽ തന്നെ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളൊരു ചെറിയ കുറ്റം പറഞ്ഞാൽ തന്നെ നമ്മുടെ ചങ്ക് പൊട്ടു, അല്ലേ? അപ്പൊ യൂദ ഉറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. അത് ഒന്നാണോ 3 പ്രാവശ്യം. എന്തുമാത്രം മാനസിക ക്ലേശം അനുഭവിച്ചു. ചെയ്യാത്ത കുറ്റത്തിന്റെ കുറ്റക്കാരനായി. അതൊക്കെ ഇവനെ പിലാത്തോസ് വിധിവാദം ഉച്ചരിച്ചു കഴിഞ്ഞപ്പം ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ കുരിശിലേൽപ്പിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കള്ളനെയാണ് അവർ വിട്ടയക്കാൻ പറയുന്നത്, യേശുവിനെ കുരിശിലേൽപ്പിക്കാൻ. നമ്മളാണെങ്കിൽ എന്തുമാത്രം വിഷമിച്ചു, മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായത്, അല്ലേ? ആ ഒരു അവസ്ഥയാണ് യേശുവിന്റെ നമ്മള് കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത്. നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യണം. ഹൗ മച്ച് ഹി വുഡ് ഹാവ് സഫേർഡ്, മെന്റൽ ആഗ്നി, ഫിസിക്കൽ ടോർച്ചർ ഇസ് സെപ്പറേറ്റ്. അത് കഴിഞ്ഞ് അത് ഈ വഴി കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഇന്നും ബേത്ഫാജ് പാം സൺഡേ, ഞങ്ങൾക്ക് ഈസ്റ്ററിന്റെ തലയാഴ്ച ഞായറാഴ്ച പാം സൺഡേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കും. അന്ന് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭക്കാരെല്ലാം ആ ബേത്ഫാജിൽ നിന്ന് ഘോഷയാത്ര വരും. ഇന്നും സൈത്തും കൊമ്പൊക്കെ വീശി അവര് ഈ പാം സൺഡേ റോഡിൽ കൂടെ ഓശാന പാടി ഇറങ്ങും. ഓക്കെ, നിങ്ങൾ ഒത്തിരി തിരക്ക് പിടിച്ചിറങ്ങരുത്. ഓരോരുത്തരായിട്ടേ നടക്കാവുള്ളൂ. കൈ പിടിച്ച് നടക്കരുത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ആരെങ്കിലും ഒരാൾ വീഴും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു പതിവ് എപ്പോഴും ഉള്ള. അതുകൊണ്ടാ പറയുന്നത് കൈ പിടിച്ച് നടക്കരുത്. വീണാൽ ഒരാളല്ലേ വീഴുള്ളൂ, കൈ പിടിച്ചാൽ 2 എണ്ണവും വീഴും. അതുകൊണ്ട് ഈ സൈഡിൽ റെയിലിംഗ് ഉണ്ട്, അതേ പിടിച്ച് സൂക്ഷിച്ചിറങ്ങുക. ഇവിടെ മത്സരമൊന്നുമില്ല, ഓടി ആദ്യം എത്തിയെന്ന് പറഞ്ഞ് ഉണ്ടുപൊരി ഒന്നും കിട്ടത്തില്ല. ഓക്കെ, എന്റെ പിന്നാലെ പതുക്കെ നടക്കാം. എനിക്ക് ഇടയ്ക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാനുണ്ട്. Oh
garden. നാം ഇങ്ങനെ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് യേശുവിനെ അവരവിടെ ക്രൂശിച്ചു, അതിനടുത്ത് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. After 20 years of clearing the ground, we found this. 20 വർഷത്തെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ചെയ്തതിനു ശേഷം അവർ കണ്ടുപിടിച്ച ഒരു ചിത്രമാണ്. This is a water system, a water tank. ഇതൊരു വെള്ളത്തിന്റെ ഒരു വാട്ടർ ടാങ്ക് സിസ്റ്റമാണ് കാണുന്നത്. And it's just up there. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് വെള്ളത്തിന്റെ വാട്ടർ സിസ്റ്റം. And if you look down there, you'll just see the top of the ladder. അതിനു മുമ്പ് നിങ്ങൾ കാണാം വെള്ളത്തിൽ അവിടെ നിങ്ങൾ വെച്ചിരിക്കുന്ന ഏടിയെ കാണാം, കോവേടി. This will be used for personal drinking and for watering animals through the long, hot summers. വളരെ ചൂടായി ഇവിടെ വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും കന്നാലികൾക്കുള്ള വെള്ളവും ഒക്കെ ഇതിൽ ലഭിക്കുന്നത്. We carried on clearing the ground to find out what type of garden it might have been. ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി എക്സ്കവേഷൻ ചെയ്തു. ഏത് ടൈപ്പ് ഒരു ഗാർഡൻ ആയിരിക്കും ഇത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം ചെയ്തു. And just behind this tree here, if you go up through here and look down, you'll see this. This is a wine press. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ നിങ്ങൾ കയറി പോകുമ്പോൾ ഈ മരത്തിനപ്പുറത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു വൈൻ പ്രസ് അല്ലെങ്കിൽ മുന്തിരി ചക്കിന്റെ ഒരു ഗാർഡൻ ആയിരുന്നു. They will put the grapes in here ഇവിടെ അവർ ഗ്രേപ്സ് ഇടും, and crush them with their bare feet. അവരുടെ കാലുകൊണ്ട് അവർ മെതിച്ച് ചവിട്ടി നീരെടുക്കും. So this was a vineyard at the time of Jesus. യേശുവിന്റെ സമയത്ത് ഇതൊരു മുന്തിരി തോട്ടമായിരുന്നു. This type of design of wine press was very common at the time of Jesus. യേശുവിന്റെ സമയത്ത് ഇപ്രകാരമുള്ള മുന്തിരി ചക്കുകൾ വളരെ സർവ്വസാധാരണയായിരുന്നു. Okay. There are two people I want to mention. രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. One is Joseph of Arimathea. ഒന്ന് അർമത്തേക്കാരനായ യോസെഫ്. The Bible says he was a rich, good man. നമുക്കറിയാം, ബൈബിൾ പറയുന്നു താൻ ഒരു ധനികനായ മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. And the other guy is Nicodemus. മറ്റൊരു മനുഷ്യന്റെ പേരാണ് നിക്കോദീമസ്. I like Nicodemus എനിക്ക് നിക്കോദീമസ് ഇഷ്ടമാണ്. because Nicodemus went to Jesus in the middle of the night. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ രാത്രി സമയം നിക്കോദീമസ് യേശുവിന്റെ അരികിൽ പോയി. And I think Jesus said some of the most important words in the Bible to Nicodemus. നിക്കോദീമസിനോട് യേശു സംസാരിച്ചപ്പോൾ ബൈബിളിലെ അതിപ്രധാനമായ പല വാക്കുകൾ സംസാരിച്ചത്. In John 3:16. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം വായിക്കുന്നു. For God so loved the world, he gave his only begotten Son. യേശു ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. And whoever believes in him will have everlasting life. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ. These two men must have given up everything to ask for the body of Jesus. ഈ രണ്ട് മനുഷ്യർ യേശുവിന്റെ ശരീരം ചോദിപ്പാൻ വേണ്ടി അവര് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായാണ്. Because the Jewish priests thought they got rid of the problem of Jesus to the Romans. യഹൂദ പുരോഹിതന്മാർ ചിന്തിച്ചത് യേശുവിനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് അതോടെ യേശുവിന്റെ പ്രശ്നം ഞങ്ങൾക്ക് തീർന്നു. And the Bible says they carried the body through a garden, laid it in a tomb, and rolled a great stone across the doorway. നാം ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു യേശുവിന്റെ ശരീരം ആ ക്രൂശിൽ നിന്ന് എടുത്തതിന് ശേഷം അരിമത്തേക്കാരനായ യോസെഫിന് തോട്ടത്തിലുള്ള ഒരു കല്ലറയിൽ വെച്ചു. This tomb matches the story in the Bible. ഈ നാം കാണുന്ന കല്ലറ ബൈബിൾ കാണുന്ന സ്റ്റോറിയുമായിട്ട് വളരെ സാമീപ്യമുണ്ട്. There would have been a big round stone there, about this diameter, ഇത്രയും ഒരു വലിയ ഉരുണ്ട കല്ല് അവിടെ കണ്ടേണ്. this wide, ഇത്രയും അത് വീതി ഉണ്ടായാണ്. weighing some 2 tons in weight. ഏകദേശം 2000 കിലോ ഭാരം, 2000 കിലോ ഭാരത്തിലധികം അതിന് വെയിറ്റ് ഉണ്ടായാണ്. When you go into the tomb, you Really? go in through a doorway, നിങ്ങൾ ഇതിലേക്ക് കയറുമ്പോൾ ഈ വാതിൽ കൂടെ പ്രവേശിക്കുന്നു. which would be a lot smaller, അത് അന്ന് വളരെ ചെറുതായാണ്. just big enough to crawl in. നമുക്കൊന്ന് കയറുവാനുള്ള സാവകാശം മാത്രമേ ഉള്ളൂ. Or you walk into the weeping chamber. നിങ്ങൾ അകത്തോട്ട് ആദ്യം കയറുമ്പോൾ കാണുന്നത് കരയുന്ന മുറിയാണ്. This is where the women would wash the body, അവിടെയായിരിക്കും സഹോദരിമാര് ശരീരത്തെ കഴുകുന്നത്. wrap it in spices and strips of linen. അവിടെ സ്ത്രീകൾ തന്റെ ശരീരത്തെ സുഗന്ധദ്രവ്യം കൊണ്ട് പൊതിഞ്ഞ് തന്റെ ശീല കൊണ്ട് ചുറ്റിക്കാണും. And then they would lay the body out. അതിനുശേഷം ഈ 4-ാമത്തെ കാണുന്ന ഭാഗത്ത് ആ ബോഡി അവരവിടെ വെക്കും. Tombs were always family tombs. കല്ലറകൾ എപ്പോഴും കുടുംബ കല്ലറകളായിരുന്നു. They would then wait 1 year, അതിനുശേഷം 1 വർഷം വരെ അവർ കാത്തിരിക്കും. and they would take the bones അതിനുശേഷം ആ അസ്ഥികൾ എടുക്കും. and put them in a box, അതിനുശേഷം അവർ ഇങ്ങനത്തോടെ നീളെ കാണുന്ന ബോക്സിൽ അസ്ഥികൾ ഇടും. called an ossuary. അതിനെ അവർ ഓസ്ട്രി വിളിക്കുന്നത്. Or sometimes they would put the bones underneath the bench. അതല്ലെങ്കിൽ അവർ ബെഞ്ചിന്റെ അണ്ടൽ താഴെ ഈ ബോൺസ് ഒക്കെ വെക്കും. You can see how many bones there are in this bench here. ഈ ബെഞ്ചിന്റെ അടിയിൽ എത്ര അസ്ഥി കുമ്പാരങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കുക. This picture here was taken just behind this wall. ഈ ഭിത്തിക്ക്
പുറകു ഭാഗത്താണ് ഈ പിക്ചർ എടുത്തത്. Okay, this is that's the story in the Bible. ഇത് ബൈബിളിലെ സ്റ്റോറിയുമായിട്ട് സാമ്യതയുണ്ട്. In the Bible, the disciple bent down in the doorway. നമ്മൾ വായിക്കുന്ന ബൈബിളിൽ ഒരു കുഞ്ഞ് അകത്തേക്ക് പോയത് നാം വായിക്കുന്നു. He would have blocked the light. കാരണം അവിടെ താഴോട്ട് പോയപ്പോൾ പുറത്തുനിന്നൊക്കെ രശ്മി കിരണങ്ങൾ കണ്ടതാണ്. But there was a small window on the wall there. എന്നാൽ അവിടെ നിന്ന് നോക്കുന്ന ചെറിയൊരു വീടുണ്ട്. And that would have let light onto where the body lay. ആ ചെറിയ ദ്വാരത്തിലൂടെ സൂര്യരശ്മി കിരണങ്ങൾ ബോഡികളുടെ ഭാഗത്തേക്ക് വന്നതാണ്. He saw the body. ആ ചിന്തിക്കുന്ന ആ ശരീരത്തെ കണ്ടു. He saw the bandages. നാം വായിക്കുന്നതെല്ലാം രൂപാത്മാവിനെ കണ്ടു. It looked like the shape of the body. അതൊരു ശരീരത്തിന്റെ പോലെയുള്ള ഷേപ്പിൽ ആ റൂമാൽ മാത്രം അവിടെ കിടക്കുന്നതായി കണ്ടു. On another occasion, മറ്റൊരു സന്ദർഭത്തിൽ they looked into the tomb and saw two angels. ഒരു ഭാഗത്തോട് നോക്കിയപ്പോൾ ഒരു സമയത്തോട് നോക്കിയപ്പോൾ രണ്ട് ദൂതന്മാരെ കണ്ടു. One sitting at the head ഒന്ന് യേശുവിന്റെ തലഭാഗത്ത്, and one sitting at the foot. ഒന്ന് യേശുവിന്റെ കാൽ ഭാഗത്തിരിക്കുന്നതായി കണ്ടു. When you go into the tomb, you can see where angels could sit. നിങ്ങൾ ആ ട്യൂബിലേക്ക് അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ ദൂതന്മാരെ എവിടെ ഇരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. On another occasion, മറ്റൊരു ഭാഗത്ത് there was an angel standing outside the tomb. മറ്റൊരു ഭാഗത്ത് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്ന ഒരു ദൂതൻ ഈ കല്ലറയ്ക്ക് പുറത്ത് നിന്നു. This is a drawing of out of the tomb here. ഇവിടെ നമ്മൾ നോക്കണം ഈ ചിത്രത്തിൽ നമ്മുടെ ട്യൂബ് ഇവിടെയാ. Just behind this rock here, ഈ ഈ ഈ ഈ പാറയ്ക്ക് പുറത്ത് ഭാഗം within half a meter, മീറ്ററിനും അപ്പുറം there's this very big tomb complex. ഇത് വലിയൊരു കല്ലറകളുടെ ഒരു കോംപ്ലക്സ്. There's a big staircase going down into it. അത് വലിയ സ്റ്റെയർകേസ് ഉണ്ട് താഴെ നടന്നുകൊണ്ട് പോകുന്നത്. Some of my colleagues have been down there. എന്റെ പല സുഹൃത്തുക്കൾ അതിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് താഴെ. And that's where that photograph of all the bones were taken. ആ ഈ ബോൺസ് ഒക്കെ ഉള്ള ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് എടുത്തത്. That was there at the time of Jesus. യേശുവിന്റെ സമയത്തും ഇതുണ്ടായിരുന്നു. It is there today. അത് ഇന്നുമുണ്ട്. And the angel said, "Why are you looking for the living amongst the dead?" യേശു ദൂതൻ ചോദിച്ചു ഒരു ചോദ്യമുണ്ട് ആ സ്ത്രീയോട്, എന്തിനാ നിങ്ങൾ മരിച്ചവനെ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ നിങ്ങൾ തിരയുന്നത്? നിങ്ങൾ മനസ്സിലായോ? ബാക്കി ആ ചേംബർ മൊത്തം മരിച്ച ആൾക്കാരാണ് കിടക്കുക. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ ജീവനുള്ളവരെ നിങ്ങൾ തിരയുന്നത്? If you look at this rock face from that flower pot to this box here, and you see an arch in the rock. നിങ്ങൾക്ക് കാണാമോ ഒരു ആർക്കുകളെ കാണാൻ സാധിക്കുമോ? ആ സൂര്യരശ്മികൾ അതിൽ പോകുന്നു. ഈ ബോൺസ് ഇട്ടുകൊണ്ടിന് ഈ ഭാഗം നോക്കി നിങ്ങൾ ഒരു ആർക്കുകളെ കാണുന്നു. And those holes up there were for roof beams coming this way. അവിടെ നിന്ന് ഗ്രൂപ്പിന്റെ ബീച്ച് വരുന്ന സ്ഥലങ്ങളാണ്. This was a church built over this tomb some 700 years after Jesus died. യേശു മരിച്ചതിന് ശേഷം 300 വർഷത്തിന് ശേഷം ഇതിന് മീതെ സഭ ഒരു ആലയം പണിഞ്ഞിട്ടുണ്ട്. Why would they build a church എന്തിനാ ഒരു സഭ പണിഞ്ഞത്? if this tomb was not important? ഈ ട്യൂബിന് വലിയ പ്രാധാന്യമില്ലായിരുന്നെങ്കിൽ എന്തിനാ അതിന് മീതെ ഒരു ചർച്ച പണിഞ്ഞത്? When you go into the tomb, നിങ്ങൾ ട്യൂബിനകത്തേക്ക് പോകുമ്പോൾ you'll see this Byzantine cross. നിങ്ങൾക്ക് ബൈസന്റിയൻ എറയിലുള്ള ഈ കുരിശ് കാണാൻ സാധിക്കും. Byzantines were Christian Romans from Byzantia and the Constantinople. ആ ടർക്കിയിലെ ബൈസന്റിയൻ ടൈമിലുള്ള ക്രിസ്ത്യാനി മക്കളായിരുന്നു ജീവിച്ചത്. And this says Jesus Christ, Okay. Alpha and Omega. ഈ കുരിശിന്റെ മേൽ ഗ്രീക്ക് പദങ്ങള് യേശു ക്രിസ്തു ആൽഫയും ഒമേഗയുമാകുന്നു. Beginning and end. അവൻ ആദ്യവും അന്ത്യവുമാകുന്നു. We believe this church was destroyed 600 years after Jesus' death. യേശുവിന്റെ മരണത്തിന് ശേഷം 600 വർഷത്തിന് ശേഷം ഈ ദേവാലയം നഷ്ടപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. When the Persians came to land, ഈ രാജ്യത്തേക്ക് പേർഷ്യൻസ് കടന്നു വന്നപ്പോൾ they destroyed all the churches in Jerusalem അവർ യേശുവിനുള്ള എല്ലാ സഭകളും ചർച്ച except for one, ഒരു സഭയൊഴിച്ചു. the church in Bethlehem. ബെത്ലഹേമിലെ ചർച്ച ഒഴിച്ച് ബാക്കി എല്ലാവരും രക്ഷിച്ചു. When the soldiers rode into that church, they saw paintings on the wall. അവര് സോൾജേഴ്സ് ആ ബെത്ലഹേമിലെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഒരു 3 പെയിന്റിംഗ്സ് അവർ കണ്ടു. 3 wise men. അവിടെ 3 വിദ്വാൻമാരുടെ പെയിന്റിംഗ്സ് അവർ കണ്ടു. Where did the 3 wise men come from? ഈ Persia. 3 വയസ്സിൽ ചെറുതാ വന്നേ, അവർ പേർഷ്യനാ വന്നേ. അതുകൊണ്ട് അവർ ആ പള്ളി They recognized the clothes. അതുകൊണ്ട് അവർ ആ വസ്ത്രത്തിന്റെ ധാരണ കണ്ടുകൊണ്ട് അവർ ആ പള്ളി നശിപ്പിക്കും. Also vielleicht können Sie diese Gruppe begleiten. Ja, Sie beleuchten. Er muss begleitet, er muss ins Krankenhaus. Ja, er muss im Krankenhaus gehen. People when you